സോഫ്റ്റ് ബ്ലോക്കിംഗ്, ഓൺലൈൻ ഡിറ്റാച്ച്മെന്റ്, ദീസ് ആർ ന്യൂ ഏജ് ബ്രേക്കപ്സ് അല്ലേ? ഇന്നത്തെ ഓൺലൈൻ ഡിറ്റാച്ച്മെന്റുകളാണ് ഒരു കൈൻഡ് ഓഫ് വേർപിരിയലുകൾ. സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഓൺലൈൻ ആശയവിനിമയങ്ങളുടെയും ഒരു കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ് ഇന്നുള്ള കൂടുതൽ ബന്ധങ്ങളും അല്ലേ? ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്ന രീതികളും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ പോലെയല്ല. പഴയ കാലത്തെ പോലുള്ള നേരിട്ട സംഭാഷണങ്ങളുടെയോ അല്ലെങ്കിൽ കത്തുകളുടെയോ അല്ല പലപ്പോഴും ഇന്നത്തെ വേർപിരിയൽ സംഭവിക്കുന്നത്. അതിന് വന്നിരിക്കുന്ന ഒരു പുതിയ പേരാണ് സോഫ്റ്റ് ബ്ലോക്കിംഗ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ഡിറ്റാച്ച്മെന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ് ഈ സോഫ്റ്റ് ബ്ലോക്കിംഗ്? ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യാതെ എന്നാൽ അവരുടെ പോസ്റ്റുകളോ സ്റ്റോറികളോ കാണുന്നത് ഒഴിവാക്കുന്ന രീതിയെയാണ് സോഫ്റ്റ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം എടുക്കാം. അൺഫോളോയിങ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഒരാളെ അൺഫോളോ ചെയ്യുക. ഇത് പലപ്പോഴും അവരുടെ പോസ്റ്റുകൾ നിങ്ങളുടെ ഫീൽഡിൽ വരുന്നത് തടയും. എന്നാൽ അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽസ് കാണാനും സന്ദേശങ്ങൾ അയക്കാനും സാധിക്കും. സെക്കൻഡ് തിങ് ആണ് സോഫ്റ്റ് ബ്ലോക്കിങ്ങിൽ ഉള്ളത് മ്യൂട്ടിംഗ്. അവരുടെ സ്റ്റോറികളോ പോസ്റ്റുകളോ മ്യൂട്ട് ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമെങ്കിലും അവരുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മൂന്നാമത്തെ ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് ബ്ലോക്കിംഗ് ആണ് റെസ്ട്രിക്റ്റിംഗ്. ഇൻസ്റ്റഗ്രാമിൽ ഒരാളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അവരുടെ കമന്റുകൾ മറ്റുള്ളവർക്ക് കാണുന്നതിൽ നിന്ന് തടയും. അറിയാലോ, നമുക്ക് നേരിട്ടുള്ള സന്ദേശങ്ങൾ മെസ്സേജ് റിക്വസ്റ്റ് ആയി മാത്രം മാറും. അടുത്ത ഒന്നാണ് റിമൂവിങ് ഫ്രം ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റ്. ഇൻസ്റ്റഗ്രാമിൽ ക്ലോസ് ഫ്രണ്ട്സ് സ്റ്റോറിയിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യുന്നത് അവർക്ക് ആ പ്രത്യേക സ്റ്റോറികൾ കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു കൈൻഡ് ഓഫ് ബ്രേക്കപ്പ് ആണ് എന്താണ് ഓൺലൈൻ ഡിറ്റാച്ച്മെന്റ്. ഇതൊരു പുതിയ ടെർമിനോളജിയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരു ബന്ധം ക്രമേണ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഓൺലൈൻ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് സോഫ്റ്റ് ബ്ലോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ രീതിയിലുള്ള വേർപിരിയലുകൾ പലപ്പോഴും അവരുടെ ബന്ധം പൂർണ്ണമായി അവസാനിച്ചോ ഇല്ലയോ എന്നുപോലും അറിയാൻ സാധിക്കാത്ത വിധം ഒരു വ്യക്തത കൊടുക്കാറില്ല. ബന്ധം വേർപെടുത്തപ്പെട്ട വ്യക്തിക്കും ആശയക്കുഴപ്പം എപ്പോഴും ഉണ്ടാകും. ഇത് തരുന്ന മെന്റൽ സ്ട്രെസ്സാണ്, മാനസിക ബുദ്ധിമുട്ടുകൾ. വ്യക്തമായ ഒരു അവസാനം ഇല്ലാത്തത് കൊണ്ട് ഇത് ക്ലോസ് ആയോ എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ വരികയും അത് വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾ വല്ലാതെ ഫിയർഫുൾ ആകുന്നു, ധൈര്യക്കുറവുണ്ടാകുന്നു. നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിലൂടെ പലപ്പോഴും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരെണ്ണം ഗോസ്റ്റിംഗ്. അത് ഒരു വിവരവും നൽകാതെ പെട്ടെന്ന് എല്ലാ ആശയവിനിമയങ്ങളും നിർത്തുന്ന ഒരു രീതിയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തിയുമായിട്ട് ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇല്ലാത്തൊരവസ്ഥ. പുതിയ കാലത്തെ വേർപിരിയൽ രീതികൾ ഇതൊക്കെ സാധാരണമാണെന്ന് വളരെ കോമൺ ആയി മാറിയിരിക്കുന്നു. എന്നാൽ റിലേഷൻഷിപ്പുകളിൽ വളരെ സുതാര്യതയും ബഹുമാനവും നിലനിർത്താൻ നമുക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാനുമുള്ള ധൈര്യമാണ് ഏറ്റവും വേണ്ടുന്നത്. അപ്പോൾ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ലാതെ ആകുമ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ ആകുമ്പോൾ യാതൊരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി നമ്മളെ ഇമോഷണൽ സ്ട്രെസ്, അതുപോലെ തന്നെ ആൻസൈറ്റി പോലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ബ്രേക്കപ്പുകളിൽ നമ്മൾ വല്ലാതെ മനം നൊന്ത് അത് ഒരു സൂയിസൈഡിന്റെ ഒക്കെ വക്കിലേക്ക് വരെ അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ തോട്ട്സിന്റെ വക്കിലേക്ക് വരെ പലരെയും കൊണ്ടു ചെന്നെത്തിക്കുന്നു. അത്തരത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, ഇമോഷണലി ഡൗൺ ആയി പോകാതിരിക്കാൻ കൃത്യസമയത്ത് തന്നെ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് എടുക്കാൻ സാധിക്കണം. പ്രോപ്പർ ഗൈഡൻസ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഗൈഡൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു.